കൊല്ലത്ത് KSRTC ബസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ഇറക്കിവിട്ടത് മറ്റാരുമല്ല വനിതാ കണ്ടക്ടറാണ്. ഇത്തരത്തിലുള്ള ക്രൂരമായ നടപടി ഉണ്ടായത് 2 രൂപ കുറഞ്ഞതിൻ്റെ പേരിലാണ്. എന്തായാലും വളരെ വിമർശനം ഉയർത്തുന്ന ഒരു നടപടിയാണ്. KSRTC അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് കണ്ടക്ടർമാർ മാന്യമായി പെരുമാറണം, യാത്രക്കാരോട് മാന്യമായി പെരുമാറണമെന്നൊക്കെ പറയുന്നു. പക്ഷേ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒരു വനിതാ കണ്ടക്ടർ ഇറക്കി വിട്ടിരിക്കുന്നു 2 രൂപയുടെ പേരിൽ. ഈ വാർത്ത തത്സമയം നൽകുകയാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത്. പ്രശാന്ത്, എന്തായാലും കേൾക്കുമ്പോൾ തന്നെ വിഷമം വരുന്നു. ഈ വനിതാ കണ്ടക്ടർ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നു, സ്വന്തം മകളോടാണെങ്കിൽ ഇത്തരത്തിൽ ക്രൂരത കാട്ടുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായിരുന്നു സംഭവം? എവിടെയാണ് വഴിയിൽ ഇറക്കി വിട്ടത്? കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്. വിനോദ, ചെറിയഴിക്കിൽ നിന്നും അഴീക്കിലേക്കുള്ള ബസ്സിൽ ആണ് ഇത്തരത്തിൽ കുട്ടിക്ക് ഒരു ദുരനുഭവം ഉണ്ടാകുന്നത്. 13 വയസ്സുള്ള 8ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടാകുന്നത്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഫുട്ബോൾ കോച്ചിങ് ഉണ്ടായിരുന്നു സ്കൂളിൽ. അതും കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങി വരാൻ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ സുലോചനയുടെ വീട് ചെറിയഴിക്കലാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി താമസിക്കുന്നത് അഴീക്കലെ അമ്മ വീട്ടിലാണ്. ആ അഴീക്കലെ അമ്മ വീട്ടിലേക്ക് വരുന്ന സമയത്താണ്, ആ വഴിയിലാണ് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടാകുന്നത്. രാത്രി ഏകദേശം സന്ധ്യയോട് അടുത്തിരിക്കുന്നു. ആ സമയത്താണ് ഇത്തരത്തിലൊരു ദുരനുഭവം കുട്ടിക്ക് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ വനിതാ കണ്ടക്ടറുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായതെന്നാണ് ഏറ്റവും നമുക്ക് വേദനിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നമുക്കറിയാം, ഗതാഗത മന്ത്രിയും ഗതാഗത വകുപ്പും എല്ലാം ഇത്തരത്തിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ കണ്ടക്ടർമാർക്ക് ക്ലാസുകൾ സ്വീകരിക്കുമ്പോൾ അതുപോലെ തന്നെ മാന്യമായി ഇടപെടണമെന്നെല്ലാം പറയുമ്പോഴെല്ലാം ഉണ്ടാകുന്ന അവസ്ഥകൾ ഇതാണ്. ഇപ്പോൾ ഇവരുടെ ഈ കുട്ടിയുടെ അടക്കം പരാതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളോടൊപ്പം സുലോചന എന്ന ആ 13 വയസ്സുകാരി നമ്മളോടൊപ്പം ഉണ്ട്. ഇന്നലെ വൈകിട്ടാണല്ലേ, 6 മണിക്ക് ശേഷമല്ലേ, സന്ധ്യയോട് കൂടിയാണ് സംഭവം ഉണ്ടാകുന്നതല്ലേ? ഇന്നലെ 6 മണിയായപ്പോൾ 6 മണിയുടെ ബസ്സിലാണ് ഞാൻ കയറിയത്. അപ്പോഴായി സംഭവം ഉണ്ടാകുന്നത്. ഞാൻ ബസ്സിൽ കയറി 15 രൂപ അടിക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ആൻറ്റി എൻ്റെ കയ്യിൽ 15 രൂപയില്ല, 2-3 രൂപയുടെ കുറവെങ്ങാണ്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞു കാർഡ് വേണം, അല്ലെങ്കിൽ പൈസ മുഴുവനായിട്ടും വേണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ബെല്ലടിച്ച് എന്നെ ഇറക്കി വിട്ട്. പിന്നെ അടുത്തിരുന്ന ആൻറ്റിമാർ പറയുന്നുണ്ടായിരുന്നു പൈസ തരാമെന്ന്. പക്ഷെ അത് സ്വീകരിക്കാൻ പോലും സാവകാശം ആൻറ്റി എനിക്ക് തന്നില്ല. പിന്നെ ആ ഇരുട്ടത്ത് ഇറങ്ങി ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഞാൻ കരയുന്ന കണ്ട ഒരു അമ്മൂമ്മ വന്ന് എൻ്റെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് എന്നിട്ടാണ് ഞാനിവിടെ എത്തിയത്. അപ്പോഴേക്കും ഇരുട്ട് വ്യാപിച്ചിരുന്നല്ലേ? അപ്പോഴേക്കും 7 മണിയൊക്കെ ആയി. ഞാൻ ചെറുതായിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അവിടെ ആരും പരിചയമുള്ള കണ്ടില്ല. അപ്പോൾ ചെറുതായിട്ട് നടക്കാമെന്ന് വിചാരിച്ചെങ്കിലും നടന്നു വരാൻ പറ്റുന്നത്ര ദൂരമൊന്നും അല്ല ഇവിടെ. പക്ഷെ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ എനിക്ക് വേഗം നടന്നു പോകാനേ ഉള്ളൂ. പക്ഷെ അവിടുന്ന് ഇവിടം വരെ നടന്നു പോകാൻ പറ്റുന്നില്ല. അതൊക്കെ ഓർത്തപ്പോൾ വിഷമിച്ച് ഞാൻ കരഞ്ഞപ്പോഴാണ് ഒരമ്മ വന്നത്. അങ്ങനെ വഴിയിൽ ഇറക്കി വിട്ടതിന് ശേഷം ആ ഒരു സങ്കടത്തിൽ കുട്ടി കരയുകയും ഒക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് മറ്റൊരു തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ഈ പരിചയമുള്ള ഒരു സ്ത്രീ വരികയും പിന്നീട് വീട്ടിലേക്ക് ബന്ധുക്കളെ വിളിച്ചു വരുത്തി കൊണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് നമ്മളോടൊപ്പം കുട്ടിയുടെ അമ്മയുമുണ്ട്. കരഞ്ഞുകൊണ്ടാണല്ലേ വീട്ടിലേക്ക് രാത്രി കുട്ടി കയറി വന്നത്? മോള് കരഞ്ഞുകൊണ്ടാണ് വന്നത്. കരഞ്ഞുകൊണ്ട് കയറി വരുന്നത് കണ്ടപ്പോൾ ഞാൻ എന്താ മോളെ, അതേമേ എനിക്ക് പിന്നെ ബസ്സിൽ ഇത്തിരി പൈസയുടെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ആൻറ്റി ഇറക്കി വിട്ടു. ഞാൻ ആൻറ്റി അതൊരു കണ്ടക്ടർ ഒരു ആൻറ്റി ആയിരുന്നമ്മേ, അപ്പം എന്നെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞു. ഞാൻ ഇറക്കി വിട്ടിട്ടോ. അത് ഞാൻ അവിടെ നിന്ന് കരഞ്ഞപ്പോഴത്തേക്ക് ഒരു അമ്മാമ്മ വന്ന് പിന്നെ ഒരു അച്ഛൻ്റെ കൂട്ടുകാരനെ വിളിച്ച് എന്നെ ഇങ്ങോട്ട് വിട്ടെന്ന് പറഞ്ഞ്. അങ്ങനെ കയറി വന്നപ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കര വിഷമമായി. ഞാൻ അവിടെ സ്റ്റാൻഡിൽ ചെന്ന് നിന്ന് ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം പറഞ്ഞു ബസ്സൊന്നും ഇപ്പോൾ പോയി കണ്ടില്ല. പിന്നെ വേറൊരു ട്രാൻസ്പോർട്ട് ബസ് വന്നപ്പോൾ ഞാൻ കൈ കാണിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അത് വല്യഴിക്കയിലോട്ടുള്ള ബസ്സാണ്, കരുനാഗപ്പള്ളിയിൽ നിന്ന് വല്യഴിക്കയിലോട്ട് വന്ന ബസ്സാന്ന് പറഞ്ഞ്. അപ്പോൾ ബസ് അങ്ങ് പോയല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വന്നിട്ട് ഞങ്ങളെല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തുടർന്നൊരു ഇനി ഒരു കുഞ്ഞിന് ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടാകാൻ പാടില്ല. കാരണം ഒരു 2 രൂപ അല്ലെങ്കിൽ എത്രയോ രൂപയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ചിലവാക്കുന്നത്. അവർക്ക് എൻ്റെ മോക്ക് വേണ്ടി ഒരു 2 രൂപ കൊടുത്തുകൂടെ? ഈ ഒരു ലോകം എന്താണെന്ന് പോലും ചിന്തിക്കാനൊരു കഴിവില്ലാത്തൊരു സ്ത്രീയായി പോയില്ലേ. പക്ഷെ എനിക്ക് ഈ ലോകം എന്താണെന്നുള്ളത് അവരെ ഒന്ന് അറിയിച്ചു കൊടുക്കണം. പെൺകുഞ്ഞുങ്ങളോട് മറ്റുള്ളവർ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് ഉള്ള ഒരു ഇതുപോലും അവർ ഓർത്തില്ല. എൻ്റെ മോളോട് ഒരു കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല.
ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? തുടർന്നുള്ള നടപടി തുടർന്ന് പിന്നെ നിയമ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പോവുക. ഞങ്ങൾ ഇന്ന് ഡിപ്പോയിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ കേസ് ഫയൽ ചെയ്യാൻ പോവുക. ഞങ്ങൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ വെറും അങ്ങ് തീരദേശത്ത് ഉള്ളവരാണെന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെയാണ് വിചാരിച്ചത്. ഞങ്ങൾ വെറും അങ്ങ് ഒന്നും അറിയാൻ വയ്യാത്ത ആൾക്കാരാണെന്ന്. ഞങ്ങളൊന്നും അറിയാൻ വയ്യാത്ത ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ളവർ തന്നെ. ഞങ്ങൾ അതെന്ത് തുടർ നടപടി എന്ന് പറയുമ്പോൾ ഞങ്ങൾ കേസ് ഫയൽ ചെയ്യുകയാണ്. എന്ത് അവരെ ഒന്നും അങ്ങനൊന്നും അല്ല, അവരൊന്നും മനസ്സിലാക്കണം. ഒരു വനിതാ കണ്ടക്ടറുടെ ഭാഗത്താണ് ഇത് ഉണ്ടായതെന്നാണ് മോള് പറയുന്നത്. ഒരു വനിതാ കണ്ടക്ടർ അല്ലേ, നേരെ മറിച്ചൊരു ഈ വനിതാ കണ്ടക്ടർ ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വിഷമം. അവർ ഒരു സ്ത്രീയല്ലേ. എൻ്റെ മോൾ ഒരു പെൺകുഞ്ഞല്ലായിരുന്നോ? അപ്പൊ ചോദിക്കും ആൺകുഞ്ഞാണെങ്കിലും ചെയ്തുകൂടാ. പക്ഷേ ഒരു പെൺകുഞ്ഞിനോട് അവരിത് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഒരു ആൺകുഞ്ഞിനോടും ഇത് ചെയ്യും. അപ്പൊ ഇനി ഒരു കുഞ്ഞുങ്ങളോടൊന്നുമല്ല ആരോടും ഇത് ചെയ്യാൻ പാടില്ല. ഒരു 2 രൂപ കുറഞ്ഞെന്നും പറഞ്ഞ് ഈ അസമയത്ത് ഒരു വഴിയിലോട്ട് അവരിനി ഇറക്കി വിടാൻ പാടില്ല. അവരെന്നോട് ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ടുണ്ട്. അവർ 6 വർഷമായി ഈ ജോലിയിൽ ജോലി ചെയ്യുന്നെന്ന്. ഒരുപാട് പേർക്ക് പിന്നെ ബസ്സിൽ ടിക്കറ്റ് ഇല്ലാതൊക്കെ കയറുമ്പോൾ അവർ എല്ലാം ചെയ്യുമെന്ന്. പക്ഷെ എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കാരണം എൻ്റെ ഇപ്പം നിങ്ങൾ വന്ന് കണ്ടില്ലേ എൻ്റെ മകളാ, എൻ്റെ മകളെ ഇറക്കി അവർ വിട്ടപ്പോൾ അവർ പിന്നെ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വാക്കുകളാണോ? അല്ല. അതുകൊണ്ട് തുടർന്ന് എന്താണ് ചെയ്യാനായിട്ട് ഞാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. വിനോദേ, അതുതന്നെയാണ് ഒരു വനിതാ കണ്ടക്ടറുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു പെൺകുട്ടിക്ക്, അതും 13 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ആ 13 വയസ്സ് മാത്രം പ്രായമായ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുന്നത്. നടുറോഡിൽ രാത്രി സന്ധ്യ സമയത്ത് ഇറങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥ നമുക്കറിയാം. പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മൾ പല വാർത്തകളും ഒക്കെ വായിക്കുന്നവരാണ്. അപ്പോൾ ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു കണ്ടക്ടറുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ദുരനുഭവം ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഉണ്ടാകുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ ഗതാഗത വകുപ്പ് അതുപോലെ തന്നെ ഗതാഗത മന്ത്രിയും എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഈ സ്ത്രീകൾ പറയുന്ന സ്ഥലത്ത് രാത്രി നിർത്തിക്കൊടുക്കണം, ആ നിർത്തിക്കൊടുക്കാൻ കണ്ടക്ടർമാർ തയ്യാറാകണമെന്നെല്ലാം നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്നൊരു കാലത്താണ് KSRTCയിലെ വനിതാ കണ്ടക്ടറുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ദുരനുഭവം കുട്ടിക്കുണ്ടാകുന്നത് എന്നത് ഏറെ ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ ഈ സുലോചന എന്ന ആ വിദ്യാർത്ഥിനിയുടെ മുത്തച്ഛനും അമ്മയുടെ അച്ഛനും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇനി ഈ രാത്രി ഏകദേശം ഏറെ വൈകിയാണ്, 7 മണിക്ക് ശേഷം ഇരുട്ട് വ്യാപിച്ച സമയത്താണ് എത്തിയെന്ന് പറയുന്നു. മഴയുണ്ടായിരുന്നു പറയുന്നു. അങ്ങനെ ഈ മോള് വരാത്ത സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഈ താമസിച്ചത്? അങ്ങനെ വേദന ഉണ്ടാക്കി അല്ലെങ്കിൽ വൈകിയതിനു ശേഷം എങ്ങനെയാണ് നിങ്ങൾ ഇത്തരത്തിൽ അറിയുന്നത്? ഞാൻ ഇതുവരെ മോള് വന്നില്ലെന്ന് ചോദിച്ചാൽ സിറ്റൗട്ട് ഇരിക്കുകയായിരുന്നു. സിറ്റൗട്ട് ഇരുന്നിട്ട് മോളെ കാണുന്നില്ല. 7 മണി കഴിഞ്ഞ് അപ്പം ഞാൻ എക്കെപ്പോഴും പറയേ എനിക്ക് കാല് വയ്യാടി, മോളെ ആരുടെയെങ്കിലും നമ്പറിൽ നിന്ന് വിളി. അപ്പം മോളെ ഫോണില്ല. അപ്പോൾ 7:15 കഴിഞ്ഞ്, എൻ്റെ ഉദ്ദേശം 7:15 കഴിഞ്ഞ് ഞാൻ ഫോണും കൊണ്ട് വിളിയിരുന്നപ്പോൾ കുഞ്ഞ് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് വരിക. അപ്പം നല്ല മഴയുണ്ട്. ഞാൻ വന്ന് കുട്ടികളെ പറയുമ്പോൾ കയറുമ്പോനെന്ന് പറഞ്ഞപ്പോൾ അച്ഛ ഇത് കണ്ടില്ല മൊത്തം നനഞ്ഞിരിക്കുകയാണ്, കുഞ്ഞിനെ കൊണ്ടാക്കാനായിട്ട് വന്നതെന്ന് പറഞ്ഞ അപ്പോഴേക്കാര് കുഞ്ഞകത്ത് കയറി കരഞ്ഞടിച്ചാണ് അമ്മയുടെ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഇറങ്ങാൻ പോയിട്ട് എനിക്ക് മുട്ടിനൊരു വേദനയുണ്ട്, ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. അവസാനം കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോഴാണ് പറഞ്ഞത്, ഇന്ന പൊന്നച്ച 2-3 രൂപയുടെ കുറവുണ്ടായിരുന്നു, ടിക്കറ്റ് അടിക്കുന്നത് ഞാൻ ബില്ലടിച്ച് കണ്ടപ്പോൾ 15 രൂപ. അപ്പം പറഞ്ഞ് എൻ്റെ കയ്യിൽ ഇത്രയും കാശില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അടുത്ത പോയിന്റിന് മുമ്പ് തന്നെ അവിടെ വേറെ കുഞ്ഞിൻ്റെ കൂടെ ഇറങ്ങാൻ ആരുമില്ലെന്ന് കുട്ടി പറഞ്ഞ് ബെല്ലടിച്ചിട്ട് കൈക്ക് പിടിച്ചുകൊണ്ട് ഇറക്കിയായിരുന്നു കുഞ്ഞിനെ. അത് ഇനി ഒരു കുട്ടിയൊക്കെ ഉണ്ടാകാൻ പാടില്ല. നേരെ മറിച്ച് കരുനാഗപ്പള്ളിയിൽ നിന്ന് കുഞ്ഞ് പടിയായിട്ട് വരുന്ന സമയമാണെങ്കിൽ ഇടയ്ക്കിറക്കി വിട്ടാൽ എന്തുവാ കുട്ടിയുടെ അവസ്ഥ? അതുകൊണ്ടുള്ള പറഞ്ഞാൽ അതുകൊണ്ട് ഇനി മേലെ ഒരു കുട്ടിയൊക്കെ ഉണ്ടാകാൻ പാടില്ല. ഇതിൻ്റെ നടപടി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകാൻ പോവുകയാണ്. എന്ത് വന്നാലും മുന്നോട്ട് തന്നെ പോകാൻ പോവുകയാണ്. വിനോദം, അതുതന്നെയാണ്, നിയമ നടപടിയുമായി മുന്നോട്ട് തന്നെ പോകുമെന്നാണ് കുടുംബവും പറയുന്നത്. ഇത്തരത്തിലൊരു അനുഭവം ഇനിയൊരു കുട്ടിക്കും ഉണ്ടാകാൻ പാടില്ല എന്നും കുടുംബം പറയുന്നു. വളരെ ഈ കണ്ടക്ടർ ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. തുടരുക പ്രശാന്ത്. ഒരു കാര്യം, ഈ കണ്ടക്ടർ ആരാണെന്ന് മനസ്സിലാക്കാൻ, പ്രത്യേകിച്ചും ചെറിയഴീക്കൽ ഭാഗത്തേക്ക് ഇത്ര മണിക്ക് വന്ന ബസ് എന്നുള്ള നിലയിൽ കണ്ടക്ടർ ആരാണെന്ന് ആ ഡിപ്പോയിൽ ബന്ധപ്പെട്ടാൽ മനസ്സിലാക്കാൻ, ഡിപ്പോയിലുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ ചോദിച്ചാൽ വളരെ പെട്ടെന്ന് പറയണമെന്നില്ല. എന്തായാലും മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ KSRTCയിൽ പൊതുവെ ഈ ശമ്പളം മുടങ്ങുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടല്ലോ. ശമ്പളം വളരെ വൈകിയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ശമ്പളം കിട്ടാത്തതിൻ്റെ ഒരു വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ഈ കൊച്ചു കുട്ടിയോട് പ്രകടിപ്പിച്ചതാകാമോ പ്രശാന്ത്? എന്നാലും അങ്ങനെ കാണിക്കാൻ പാടില്ല. ഇവർക്ക് ശമ്പളം കിട്ടാത്തതിൻ്റെ ഒരു വൈരാഗ്യം ആ കൊച്ചു കുട്ടിയോട് തീർത്തതാകാൻ അങ്ങനെയും സാധ്യതയുണ്ടോ പ്രശാന്ത്?
എന്തായാലും അത് കൃത്യമായി നമുക്കറിയില്ല. എന്ത് തന്നെയായാലും അങ്ങനെ ആണെങ്കിൽ പോലും അതല്ല അങ്ങനെ അല്ലെങ്കിൽ പോലും ഇത്തരത്തിലൊരു സമീപനം ഉണ്ടാകാൻ പാടില്ല. അതെ, അല്ലെങ്കിൽ ഒരിക്കലും പാടില്ല. ഒരു ഒരിക്കലും പാടില്ല. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം തന്നെയാണ് ഈ കണ്ടക്ടർ എന്ന് പറയുന്നത്. കാരണം ഈ വാഹനത്തിൽ ഉണ്ടാവുന്ന ആളുടെ ഒരു സംരക്ഷണവും അല്ലെങ്കിൽ അത് സ്ത്രീകളോ കുട്ടികളോ ഒക്കെ ആയിക്കോട്ടെ അവരുടെയൊക്കെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യതയും വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടക്ടർക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഒരു വനിത കൂടിയാണ് ഈ കണ്ടക്ടർ എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഇവരുടെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാകാൻ പാടില്ല, അത്തരത്തിലൊരു പ്രവണതയും ഉണ്ടാകാൻ പാടില്ല. ഒരു കൊച്ചു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ അഥവാ പൈസ കുറഞ്ഞാൽ പോലും അല്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിക്കേണ്ട ഒരു ബാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ കണ്ടക്ടർക്ക്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി മറ്റെന്ത് കാരണങ്ങളായിക്കോട്ടെ അതെല്ലാം ആ കാരണങ്ങളെല്ലാം രണ്ടാമത് വരുന്നതാണ്. ആദ്യം എന്ന് പറയുന്നത് ഈ ഒരു രാത്രി അല്ലെങ്കിൽ ഇരുട്ട് വ്യാപിക്കുന്ന സമയത്ത് സന്ധ്യയോട് അടുക്കുന്ന സമയത്ത് കുട്ടി പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ കണ്ടക്ടർക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിനുശേഷം പിന്നീട് പൈസ വേണമെങ്കിൽ അല്ലെങ്കിൽ ബന്ധുക്കളെ കയ്യിൽ നിന്ന് വാങ്ങി നൽകുകയോ ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഈ അഴീക്കൽ നിന്ന് തിരിച്ചു വരുന്ന ബസ്സാണ്, തിരിച്ച് കരുനാഗപ്പള്ളിക്ക് പോകുന്ന ബസ്സാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ബസ് തിരിച്ചു വരുമ്പോൾ വേണമെങ്കിലും പൈസ നൽകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ചിന്തിക്കാതെയാണ് കണ്ടക്ടറുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായതെന്നാണ് ഇപ്പോൾ സുലോചന എന്ന ഈ വിദ്യാർത്ഥിനി പരാതിപ്പെടുന്നത്. അതുപോലെ തന്നെ വലിയ സങ്കടത്തോടെയാണ് വീട്ടിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. കരഞ്ഞുകൊണ്ടാണ് വരുന്ന സാഹചര്യം ഉണ്ടായത്. അവരോട് പരാതി കൊടുക്കുന്നതിനൊപ്പം ബാലാവകാശ കമ്മീഷനിൽ പോലും പരാതി കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് KSRTC വനിതാ കണ്ടക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ രാത്രി കാലത്ത് അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞ് ഇരുട്ട് സമയത്ത് പ്രത്യേകിച്ചും തീരദേശ മേഖലയിൽ ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്ന ക്രൂരമായ നടപടി ഒരു കാലത്തും അംഗീകരിക്കാനാവില്ല. ഈ KSRTC ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ? ആ അമ്മ പറയുന്നു ആരോടോ ഒക്കെ ചോദിച്ചപ്പോൾ ഈ കണ്ടക്ടർ നേരത്തെ ആരെയൊക്കെയോ ഫ്രീ ആയി കൊണ്ടുപോയിട്ടുണ്ട് തുടങ്ങിയ അതൊക്കെ KSRTCയുടെ ഭാഗത്തു നിന്ന് വരുന്ന വാദങ്ങളായിരിക്കുമല്ലോ. നമ്മൾ ഏതെങ്കിലും വാർത്തയുടെ ഭാഗമായി KSRTCയുടെ പ്രതികരണം നമ്മൾ തേടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ തുടർ മണിക്കൂറുകൾ അത് നമുക്ക് ലഭിക്കുന്നതാണല്ലോ പ്രശാന്ത്. വിനോദ്, തീർച്ചയായും KSRTCയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി അല്ലെങ്കിൽ KSRTC നൽകുന്ന വിശദീകരണം എന്താണെന്ന് നമുക്ക് അല്പസമയത്തിന് ഉള്ളിൽ അറിയാൻ കഴിയും. നിലവിൽ ഇതുവരെ ഈ വിഷയത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വരും മണിക്കൂറുകളിൽ അത്തരത്തിലുള്ള KSRTC ഭാഗത്തുനിന്നുള്ള സമീപനങ്ങൾ എന്താണ്, ഈ വിഷയത്തിൽ അവർക്ക് പ്രതികരിക്കാനുള്ളത്, അതുപോലെ തന്നെ എന്താണ് വനിതാ കണ്ടക്ടർക്ക് പറയാനുള്ളതെന്നടക്കമുള്ള കാര്യങ്ങൾ അവരുടെ പ്രതികരണങ്ങൾ ആരായാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ ഒരു ദുരനുഭവം പെൺകുട്ടിക്ക് ഉണ്ടായി എന്നതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. വലിയ ബുദ്ധിമുട്ട്, വിഷമം, സങ്കടമൊക്കെ ഉണ്ടാകുന്നു. ഒരു സന്ധ്യ മയങ്ങിയ സമയത്ത് പെൺകുട്ടിയെ ഒറ്റയ്ക്ക് ഇറക്കി വിടേണ്ട സാഹചര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറിയാത്ത സ്ഥലം അല്ലെങ്കിൽ അത്തരം സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കേണ്ട വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് വലിയ ദൗർഭാഗ്യകരം കൂടിയാണ്. വിനോദ്, പ്രശാന്ത്, അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ നമ്മുടെ ഗതാഗത മന്ത്രിയുടെ ജില്ലയാണ് കൊല്ലം ജില്ല എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം ഗതാഗത മന്ത്രി ആ ജില്ലയിൽ നിന്നുള്ള MLA കൂടിയാണ്, പത്തനാപുരം MLA ആണ്. അപ്പോൾ സ്വാഭാവികമായും ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇവർ നേരിട്ട് പരാതി കൊടുക്കുന്നു. പരാതിയുമായി ബന്ധപ്പെട്ട KSRTCയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നടപടി അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രശാന്ത്? തീർച്ചയായും പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ കുടുംബവും പറയുന്നത്. അതിന് വേണ്ട ഏതൊക്കെ രീതിയിൽ നീങ്ങാം, അതിന് ആവശ്യമായ നിയമ നടപടികളുമായി കുടുംബം മുന്നോട്ട് പോകുമെന്നും നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. തുടർന്ന് അതായത് KSRTCയുടെ ഡിപ്പോയിൽ പോവുകയും അവിടെ നിന്ന് പരാതി നൽകുകയും മറ്റ് ഏതൊക്കെ രീതിയിൽ നിയമ നടപടികൾക്ക് സ്വീകരിക്കാമോ ആ രീതിയിലെല്ലാം പോകുമെന്നാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. കാരണം ഇത്തരത്തിലൊരു അനുഭവം തങ്ങൾക്കുണ്ടായി. അതിന് സമാനമായ ഒരു അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാകാൻ പാടില്ല, മറ്റൊരു പെൺകുട്ടിക്കും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തുടർന്ന് നിയമപരമായി എന്തൊക്കെ ചെയ്യാൻ കഴിയും ആ രീതിയിലെല്ലാം നീങ്ങാൻ ആണ് കുടുംബവും ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നമ്മളോടൊപ്പം പ്രതികരിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് സന്ധ്യ മയങ്ങി ഒരു 7 മണിയോട് അടുക്കുമ്പോഴാണ് ഒരു 13 വയസ്സുകാരി പെൺകുട്ടിക്ക് വണ്ടിയിൽ നിന്നും ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്, നടു റോഡിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീടാണ് ഈ കുട്ടിയുടെ പരിചയത്തിലുള്ള അല്ലെങ്കിൽ കുട്ടിയെ തിരിച്ചറിയാവുന്ന ഒരു സ്ത്രീ തിരിച്ചറിയുകയും വീട്ടിലേക്ക് ബന്ധുക്കളെ വിളിച്ചു വരുത്തി എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വളരെ ബുദ്ധിമുട്ട്, വളരെ വേദനയും സങ്കടത്തോടു കൂടിയാണ് ഈ സുലോചന എന്ന പെൺകുട്ടി വീട്ടിലേക്ക്
എത്തിയത്. ഈ തീരദേശ മേഖലയായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇരുട്ട് നേരത്തെ വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ചെറിയ മഴ കൂടി വരുമ്പോൾ ഇരുട്ട് നേരത്തെ വ്യാപിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പ്രദേശത്തുണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടും ഒക്കെയാണ് അങ്ങനെ ഈ കുട്ടി അനുഭവിക്കുകയും ചെയ്തത്. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തു. യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഒരു മനുഷ്യത്വരഹിതമായ ഒരു സമീപനം ഈ കണ്ടക്ടറുടെ ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഈ കുട്ടിയുടെയും അതുപോലെ തന്നെ ബന്ധുക്കളുടെയും എല്ലാം വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രശാന്ത്, അതേപോലെ തന്നെ നമ്മൾ എന്തായാലും ഈ വാർത്ത നമ്മൾ ശക്തമായി ഉന്നയിക്കുകയാണ്. ഗതാഗത വകുപ്പിന്റെ മുമ്പിലേക്ക് ഈ വാർത്ത വെക്കുകയാണ്. മനുഷ്യത്വരഹിതമായി ഉണ്ടായ നടപടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാർത്ത ഇത്ര പ്രാധാന്യത്തോടു കൂടി നൽകുന്നതും. എന്തായാലും ഇത് ഏത് സ്കൂളിലാണ് ഈ കുട്ടി പഠിക്കുന്നത്? പ്രത്യേകിച്ചും ഫുട്ബോൾ പരിശീലനം എന്ന് പറഞ്ഞു. ഒരുപക്ഷെ നാളെ കേരളത്തിൻ്റെ കായിക വാഗ്ദാനം കൂടിയാകാൻ മാറാൻ സാധ്യതയുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഏത് സ്കൂളിലാണ് ഈ കുട്ടി പഠിക്കുന്നത്? കുട്ടിയുടെ അച്ഛൻ, അല്ലെങ്കിൽ വീട് തീരദേശ മേഖലയായിരിക്കുമ്പോൾ ഒരു സാധാരണ വീട് തന്നെ ആയിരിക്കുമല്ലോ. സ്കൂൾ അധികൃതർ, സ്കൂളിൻ്റെ എച്ച് എം അടക്കമുള്ള ആളുകൾ ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടോ? അവർ പരാതിയുമായി കുട്ടിക്കൊപ്പം ശക്തമായി നിലകൊള്ളുമെന്ന് ഉറപ്പല്ലേ പ്രശാന്ത്? വിനോദ്, ചെറിയഴിക്കലുള്ള ഒരു സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നത്. സ്കൂൾ വിട്ടതിന് ശേഷം സ്പോർട്സിൻ്റെ, അതായത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട കോച്ചിങ് ഉണ്ടായിരുന്നു എന്നാണ് സുലോചന നമ്മളോട് നേരത്തെ പറഞ്ഞത്. ആ കോച്ചിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീട്ടിലേക്ക് വരുവാനായി വാഹനത്തിൽ കയറുന്നത്. അങ്ങനെ ആ സമയത്താണ് ഇത്തരത്തിലൊരു ദുരനുഭവം കുട്ടിക്ക് ഉണ്ടാകുന്നത്. അതായത് ഇവർ ചെറിയഴിക്കൽ സ്വദേശികളാണ്. ചെറിയഴിക്കൽ ആ സ്കൂളിനോട് ചേർന്ന് സമീപത്ത് നടന്നു പോകുന്ന ദൂരത്തിൽ മാത്രമാണ് ഇവരുടെ വീടുള്ളത്. എന്നാൽ കുറച്ച് ദിവസങ്ങളായി ഈ സുലോചനയുടെ അമ്മയും സുലോചനയും എല്ലാം അമ്മയുടെ വീട്, അഴീക്കലുള്ള അമ്മ വീട്ടിലാണ് താമസമാക്കിയത്. അമ്മയ്ക്ക് അസുഖം കാരണം അവിടേക്ക് താമസം ആക്കിയിരുന്നു. അതുകൊണ്ടാണ് ഈ ബസ്സിൽ വീട്ടിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ ഇവർക്കുണ്ടായത്. അങ്ങനെ ഇരിക്കുകയാണ് 2-3 ദിവസമായി ഈ ബസ്സിൽ തന്നെയാണ് യാത്ര ചെയ്ത് വരുന്നതെന്നാണ് കുട്ടി പറയുന്നത്. അതിനിടയിലാണ് ഈ കഴിഞ്ഞ ദിവസം രാത്രിയും ഇത്തരത്തിലുള്ളൊരു അനുഭവം കുട്ടിക്ക് ഉണ്ടാകുന്നത്. എന്തായാലും അതിൽ വളരെയേറെ അമർഷവും പരാതിയും വേദനയും ഒക്കെ ഈ കുടുംബവും രേഖപ്പെടുത്തുന്നുണ്ട്. പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കുടുംബവും അറിയിക്കുന്നത്. വിനോദ്, തീർച്ചയായും പ്രശാന്ത്, ഈ സ്കൂൾ ഏത് സ്കൂൾ എന്നുള്ള വാർത്തയും നമ്മൾ ഇനി തുടർ മണിക്കൂറുകൾ കൊടുക്കണം. കാരണം ഇത്രമാത്രം ഒരു ക്രൂരമായ നടപടി KSRTCയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. കൃത്യമായ മേൽവിലാസത്തോടു കൂടി ഇന്ന സ്കൂളിലെ വിദ്യാർത്ഥിനെ ഇറക്കി വിട്ടു എന്നുള്ള തരത്തിൽ തന്നെ നമ്മൾ ഈ വാർത്ത ശക്തമായി നമ്മൾ മുമ്പിലേക്ക് വെക്കുന്നു. ഗതാഗത വകുപ്പ് ഇത് ഗൗരവത്തോടെ തന്നെ കാണണം. മറ്റൊരു കുട്ടിക്കും ഇങ്ങനെ ഉണ്ടാകുവാൻ പാടില്ല. കാരണം ഇത്തരത്തിൽ ഒരു പെൺകുട്ടി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ 2 രൂപ കുറഞ്ഞതിൻ്റെ പേരിൽ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ട ക്രൂരമായ നടപടി KSRTCയുടെ ഭാഗത്തു നിന്ന് ഒരു കാലത്തും ഉണ്ടാവാൻ പാടുള്ളതല്ല. എത്രയോ മാന്യമായി പെരുമാറുന്ന കണ്ടക്ടർമാരുണ്ട്. അവർക്ക് കൂടി നാണക്കേടാണ് ഈ വനിതാ കണ്ടക്ടർ ഉണ്ടാക്കി വെച്ചത്. എന്തായാലും ഇതിന്മേൽ തുടർ നടപടി ഗതാഗത വകുപ്പ് സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം.